ഹായ് ചങ്ങാതിമാരെ, നമ്മുടെ പൂനെ ബോംബെ യാത്രയിൽ തിരിച്ചുള്ള മടക്കത്തിൽ ധാരാളം കാഴ്ചകൾ കണ്ട് അതിലെനിക്ക് മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ഏകദേശം കേരളത്തിലെ നമ്മുടെ സ്വന്തം വാഗമണ്ണിന്റെ അതിനേക്കാൾ ലുക്ക് എന്ന് പറയാം. ആ ഒരു നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലവും അതുപോലെ വെള്ളച്ചാട്ടം, കാറ്റിന് കാറ്റ്, തണുപ്പിന് തണുപ്പ്, പച്ചപ്പിന് പച്ചപ്പ് എല്ലാം നിറഞ്ഞ ലോണാവാലയിലേക്കുള്ള യാത്ര നല്ല രസമാണ്. നമ്മൾ മഹാരാഷ്ട്ര പോവുകയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ അതും റോഡ് ട്രിപ്പ് വാഹനത്തിൽ സഞ്ചരിച്ചാൽ ഈ മനോഹരമായ ധാരാളം അരുവികളും അതുപോലെ മനോഹരമായ റോഡും മേൽപ്പാലും എല്ലാം കണ്ട് ആസ്വദിക്കാവുന്ന മറ്റു സ്ഥലമാണ്. പൂനെയിൽ നമ്മൾ വാഹനത്തിൽ നേരെ നമ്മുടെ യാത്ര പോകുന്നത് എനിക്ക് ഏകദേശം വാക്കൊന്നും പിടുത്തമില്ല. പ്രത്യേകതരം സെയ് നിക്കോൺ കോളനി ആ ഒരു ലൊക്കാലിറ്റിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ പോയിട്ട് പൂനെയിൽ നിന്നും പനവേലിലേക്ക് പോകുമ്പോഴുള്ള കർജാറ്റ്, മങ്കി പോയിന്റ്, കണ്ടല, അങ്ങനെ ഒരു വെറൈറ്റി പേര് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് ആ രീതിയിലുള്ള വെറൈറ്റി പേരെല്ലാം കേൾക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്തുള്ള ഓരോ കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. നമ്മളുടെ യാത്രയിലെ കാഴ്ചകൾ ഇങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന വെള്ളച്ചാട്ടം, നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴിയാണ് റോഡ് മാർഗം. അവിടെ നിൽക്കുമ്പോൾ കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടം, ആഹാ എന്ത് രസമാണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് പുനെ ഫാള്. മഹാരാഷ്ട്രയിൽ പ്രധാനപ്പെട്ട ഒരു നദിയിൽ നിന്നും വരുന്ന ആ ഒരു വെള്ളമാണ് പുനെ ഫാള്. ഏത് സഞ്ചാരികളും ഈ വഴി പോകുകയാണെങ്കിൽ ഒന്ന് നിർത്തി കാണും. അത്രയും മനോഹരമായ ഒരു വാട്ടർഫാളാണ് പുനെ വാട്ടർഫാൾ. മഹാരാഷ്ട്രയിലെ ഉൽഹാസ് നദിയാണ് ഇതിൻ്റെ ഉറവിടം. ഉൽഹാസ് നദിയിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ നമ്മളിപ്പോൾ കണ്ട വെള്ളച്ചാട്ടം പുനെ ഫാൾ. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മൊട്ടക്കുന്നുകളിലെ നല്ല പച്ചപ്പ്, അതുപോലെ ഈ വാട്ടർഫാളിൽ ഏത് വശത്ത് ഏത് ദിശയിൽ നോക്കിയാലും കാണാൻ പറ്റുന്ന അത്രയും ദൂരത്തിലാണെങ്കിലും വിശാലതമായ ഒരു വാട്ടർഫാളാണ് പുനെ ഫാള്. അതിൻ്റെ തൊട്ടടുത്തുള്ള നിരകളാണ് നല്ല പച്ചപ്പും. കാരണം പരിധിക്കുള്ള ദൂരത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത്രയും രസമാണെങ്കിൽ അടുത്തു പോയാൽ എന്തായിരിക്കും. ഞങ്ങൾ പൂനെ പനവേൽ പോകുന്ന റോഡ് മാർഗം പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്ഥലമാണിത്. കാരണം ആ കുന്നിൽ നിന്നും നേരെ ഓപ്പോസിറ്റുള്ള കുന്നിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കണ്ട കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം റിസോർട്ടുകളാണ്, വീടുകളാണ്, സ്ഥാപനമുണ്ട്. എന്തായാലും ഒരുപാട് സ്ഥാപനങ്ങളും ഉണ്ട്. നല്ല മനോഹരമായ സ്ഥലം കൂടിയാണ് നമ്മുടെ പൂനെ പനവേൽ പോകുന്ന റൂട്ടിലെ ലോണാവാല. അതുപോലുള്ള ധാരാളം സ്ഥലങ്ങൾ ചേർന്ന സ്ഥലം കൂടിയാണ്. നല്ല രസമാണ്, ഉയർന്ന പ്രദേശം കൂടിയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് മറ്റൊരു കാഴ്ചയാണല്ല ഒരു മരത്തിന്റെ മുകളിൽ പൂച്ച. കാരണം ആദ്യം നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകില്ലെങ്കിലും പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ പൂച്ചയും തണുത്ത് വിറച്ചിരിക്കുകയാണ്, തണുപ്പ് കാരണം.
നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് കാണാവുന്ന മറ്റൊന്നാണ് ഹൈവേ ഒഴിയുമ്പോൾ മറ്റൊരു ഹൈവേ നോർക്കും, പക്ഷെ നമ്മൾ ആ വഴിയാണ് പോകുന്നത്. കണ്ടില്ല, 6 വരി പാതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. നല്ല മനോഹരമായ ഇത്രയും ഹൈറ്റിൽ മലമുകളിൽ ഇതുപോലുള്ള റോഡ് നിർമ്മിച്ച് നമ്മൾ ആ നിർമ്മാതാക്കളെ അതിശയിക്കണം. കാരണം എന്നാ ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ വഴി യാത്ര ചെയ്താൽ മാത്രമേ അതിൻ്റെ ഹൈറ്റ് മനസ്സിലാവുള്ളൂ. അത്രയും ഹൈറ്റിൽ മലമുകളിലാണ് ഈ റോഡെല്ലാം നിർമ്മിച്ച്. കണ്ടില്ലേ ആ വാഹനം വരുന്നു. ഞാനിപ്പം നമ്മൾ ആ വഴിയാണ് ഇനി പോകാൻ പോകുന്നത്, പക്ഷേ ആ കുന്നിൻ്റെ മുകളിൽ നിന്നും ഈ റോഡ് വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ആ കുന്നിൻ്റെ മുകളിലാണ്. ആ കുന്നിൻ്റെ മുകളിൽ നിന്നും നമ്മൾ പോകാനുള്ള വഴിയുള്ള അതാണ് നമ്മൾ എടുക്കുന്നത്. ഇത് അവിടെ നോക്കുമ്പോഴും ആ കുനി ഫാള് നമുക്ക് കാണാൻ പറ്റും. അത്രയും വിശാലമായ വാട്ടർഫാളുമാണ്. അവിടെ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മഹാരാഷ്ട്ര എത്തിയപ്പോഴും നമ്മൾ കണ്ട കാഴ്ച അത് കുരങ്ങ്, മങ്കി. നമ്മൾ കുമളി, നമ്മുടെ നാട്ടുകളിലെല്ലാം ചുറ്റുവട്ടത്ത് ധാരാളം ടൂറിസ്റ്റ് പ്ലേസിൽ പോയാൽ ധാരാളം കാണുന്ന സംഗതിയാണ് കുരങ്ങ്. എന്നാൽ നമ്മളിവിടെ പോയപ്പോഴും ഇതാ കുരങ്ങ് എന്തൊക്കെ തിന്നുകൊണ്ടും എല്ലാം ഓടിച്ചാണ്ടി കളിക്കുന്ന രംഗവുമാണ് നമ്മൾ കാണുന്നത്. അല്ലേ, നല്ല രസമാണ് കുരങ്ങളുടെ ആ നടത്തവും ഇരുത്തവും ഓട്ടവും മരത്തേക്ക് ചാട്ടവും എല്ലാം. നമുക്ക് ഇച്ചിരി അടുത്ത് പോകാൻ പേടിയുണ്ടെങ്കിലും ഏകദേശം ആ കുരങ്ങൻ്റെ അഭ്യാസമൊക്കെ കണ്ട് കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെ ചെലവഴിച്ചു. നല്ല മനോഹരമായ സ്ഥലമാണ്. ആ കുരങ്ങിന് രസം, കാരണം ധാരാളം മനുഷ്യന്മാരെ വരുന്നതുകൊണ്ട് ആ കുരങ്ങ് ഒരു ആവേശം ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ച ഒരു യാത്രയുമാണ് ഞങ്ങളുടെ യാത്ര. പൂനെയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ഒരുപാട് സ്ഥലപ്പേര് കേൾക്കാം. പിമ്പിരി ചിഞ്ചുവാഡ്, തെലുങ്കാവൺ, ഡഹ്ബാഡ്, ലോണാവാല, കർജാറ്റ്, അങ്ങനെയാണ് നേരെ പനവേലിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ ധാരാളം യാത്രകളിൽ അതുപോലെ തന്നെ ഒരു മനോഹരമായ ഒരു പാലം നിർമ്മാണം നല്ല രസമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പൂനെ പനവേലിലേക്കുള്ള യാത്രയുടെ മനോഹര ഭംഗിയെ കണ്ടുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് അടിക്കുക. ഈ വീഡിയോ പറ്റി കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.